നമസ്തേ, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പ്രശാന്തേ, നമസ്കാരം. ഒരു വളരെ അടുത്ത കാലത്തായിട്ട് മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ ചില ദേശവിരുദ്ധ ശക്തികൾ കയറി കൂടിയിട്ടുണ്ടോ എന്ന് നമുക്ക് എവർക്കും സംശയം തോന്നുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും അടുത്ത കാലത്തായി നടക്കുന്നു. ഇപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ എഡിറ്ററായ അരുൺകുമാറിനെതിരെ ഒരു പരാതി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആ പരാതി എന്ത് പരാതിയാണ് വന്നിട്ടുള്ളത്, എന്താണ് അതിന്റെ വിശദാംശം? അതായത് രാജ്യവിരുദ്ധ പരാമർശം നടത്തി കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്നൊക്കെയാണ് പരാതി. മുംബൈ പോലീസിനാണ് പരാതി നൽകിയിരിക്കുന്നത്. ബജറംഗൽ പ്രവർത്തകരാണ് പരാതി നൽകിയിരിക്കുന്നത്. മുംബൈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുംബൈയിലെ ചാർക്കോപ്പ് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ, ഈ പാറ്റകൾ ഡൽഹിയിൽ തടിച്ചുകൂടി ഒരു വലിയ സമരത്തിന് ആഹ്വാനം ചെയ്തു. കൂറകളുടെ സമരം എന്ന് പച്ച മലയാളത്തിൽ പറയാൻ കഴിയും. അമേരിക്കയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ സമരത്തിന് സോഷ്യൽ മീഡിയയിലൂടെ ആഹ്വാനം ചെയ്തതും ആളെ കൂട്ടിയതും. എന്നിട്ട് അവർ ഡൽഹി പോലീസിനെ സമീപിച്ച് നാളെ സമരം നടത്തണമെങ്കിൽ ഇന്ന് സമീപിച്ച് അനുമതി ആവശ്യപ്പെട്ടു. ഡൽഹി പോലീസ് ഈ കുറഞ്ഞ സമയം കൊണ്ട് അനുമതി കൊടുക്കാൻ കഴിയില്ല എന്നാണ് ആദ്യം പ്രതികരിച്ചത്. പക്ഷേ ആ പ്രതികരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ അമേരിക്കയിൽ നിന്ന് ഇതിന്റെ ഫൗണ്ടർ ഈ കൂറ പാർട്ടിയുടെ അതായത് കോക്രോച്ച് ജനത പാർട്ടി, ജനത എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ജനത പാർട്ടി, JANTA, ആ ജനത പാർട്ടിയുടെ ഉപജ്ഞാതാവും സ്രഷ്ടാവും ഒക്കെ ആയ ആള് അമേരിക്കയിൽ നിന്ന് ഇവിടെ എത്തി. എയർപോർട്ടിൽ വന്നിറങ്ങിയ ഉടൻ തന്നെ ആ സമയം മുതൽ, അതായത് ഈ വ്യക്തി എയർപോർട്ടിൽ എത്തുന്നത് രാവിലെ 8:30 മണിക്കാണെങ്കിൽ 7:30 മണി മുതൽ മലയാളം ചാനലുകൾ ഇതിന് ലൈവ് കൊടുത്തുകൊണ്ടിരുന്നു ഡൽഹി എയർപോർട്ടിൽ നിന്നും. അതായത് ഡൽഹിയിൽ എന്തോ വലിയ അട്ടിമറി നടക്കാൻ പോകുന്നു. ഇന്ന് വൈകിട്ടാവുമ്പോഴത്തേക്കും നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് ഭ്രഷ്ടനാകും, നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ പിടിച്ച് അകത്ത് തിഹാർ ജയിലിൽ ഇടും എന്നൊക്കെ മട്ടിലുള്ള ആ തരത്തിൽ സ്വപ്നം കണ്ടുകൊണ്ട് ഈ മലർപ്പൊടിക്കാരൻ സ്വപ്നം കാണുമല്ലോ, ഒരു ക്ഷാമകാലത്ത് കുറച്ച് മലർപ്പൊടി കിട്ടി ഒരു ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണൻ ആ മലർപ്പൊടി ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ഇതില് ഉറിയിൽ കെട്ടിത്തൂക്കി ഇട്ടതിന് ശേഷം സ്വപ്നം കാണുന്നത് പോലെ നമ്മുടെ മല്ലു മാപ്രകൾ എല്ലാവരും സ്വപ്നം കാണുകയായിരുന്നു നരേന്ദ്രമോദി ഇപ്പോ നിഷ്കാസിതനാകും എന്ന്. പക്ഷേ ഇയാൾ ഡൽഹി വന്നിറങ്ങിയ ഉടൻ തന്നെ ഈ ഡൽഹി പോലീസ് ദീപ്കയെ നേരിട്ട് അങ്ങോട്ട് ചെന്ന് കാണുകയും അഭിജിത്ത് ദീപ്കയ്ക്ക് എല്ലാ സമരവും അവിടെ, അതായത് മാന്യമായി സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള എല്ലാ അനുമതിയും ഡൽഹി പോലീസ് നൽകി എന്നുള്ളതാണ്. അതോടുകൂടി ഇവർ ഉദ്ദേശിച്ചത്, അതായത് ഈ അഭിജിത്ത് ദീപ്കയും കൂട്ടരും ഉദ്ദേശിച്ചത് ഡൽഹി പോലീസ് അനുമതി നിഷേധിക്കും, അതിന്റെ പേരിൽ അവിടെ ഒരു അക്രമം അഴിച്ചുവിടാം, പോലീസ് വെടിവെപ്പുണ്ടാകും, വലിയ രീതിയിൽ ആൾനാശമുണ്ടാകും, അതിന്റെ പേരിൽ രാജ്യം മുഴുവനും നരേന്ദ്രമോദിക്കെതിരെ ഒരു വലിയ പ്രക്ഷോഭം ആരംഭിക്കാം, രാജ്യം കത്തിക്കാം എന്നൊക്കെയാണ്. ഇതിന് തക്കം പാർത്തിരുന്ന നിരവധി ആൾക്കാരുണ്ട്. നമ്മുടെ കേരളത്തിലെ ഇരട്ടച്ചങ്ങനും ക്യാപ്റ്റനുമായ സഖാവ് പിണറായി വിജയൻ മുതൽ അങ്ങ് ഡൽഹിയിലെ അരാജകവാദിയായ രാഷ്ട്രീയ അരാജകവാദിയായ അരവിന്ദ് കെജ്രിവാൾ വരെയുള്ളവർ കുപ്പായം തുന്നിവെച്ച് കാത്തിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. കാരണം പോലീസ് അവിടെ എത്തുകയും അനുമതി ഇദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു, അഭിജിത്ത് ദീപ്കയ്ക്ക്. മാത്രമല്ല, അവിടെ നിന്ന് അഭിജിത്ത് ദീപ്കയെ പിന്തുടർന്ന് മാധ്യമങ്ങൾ ജന്തർ മന്ദറിലെത്തി. അതിനു മുമ്പ് തന്നെ ജന്തർ മന്ദറിൽ നമ്മുടെ മല്ലു മാപ്രകൾ തടിച്ചു കൂടിയിരുന്നു. അവിടെ ഏതാണ്ട് ഒരു 1000-ൽ താഴെ ആൾക്കാർ മാത്രമേ സമരത്തിന് വേണ്ടി അവിടെ എത്തിയിരുന്നുള്ളൂ. ഈ പല ആൾക്കാരെയും കണ്ട് ഇവരൊക്കെ കയ്യിൽ അംബേദ്കറിന്റെ പടമുള്ള പുസ്തകവും ഒക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ ആ പടം മാത്രമേ ഉള്ളൂ, അതിനകത്ത് മറ്റു ചിലതൊക്കെ ആയിരുന്നു. അത് ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. എന്തായാലും മല്ലു മാപ്രകൾ ഈ വന്ന ആൾക്കാർ പലരുടെയും ബൈറ്റുകൾ എടുത്തു. ഇവരെന്തിനാണ് വന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ല. അങ്ങനെ അവിടെ വന്ന് ഈ സമരം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി. ആ ഡൽഹിയിലെ ചൂടും മറ്റും താങ്ങാനാകാതെ ഈ സമരക്കാര് പലരും അവിടെ നിന്ന് വിയർത്തൊലിച്ച് ഓടി ഒളിക്കുന്ന കാഴ്ചയാണ്
നമ്മൾ കണ്ടത്. എന്തായാലും ആ സമരമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയപ്പോ അന്ന് വൈകിട്ട് നമ്മുടെ മലയാളം ചാനലുകൾ പ്രൈം ടൈം ഡിബേറ്റ് ആയിട്ട് ഈ വിഷയമാണ് എടുത്തത്. ഇതിനെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. ആ ചർച്ചയ്ക്കിടയിലാണ് റിപ്പോർട്ടർ ചാനലിന്റെ അരുൺകുമാർ വളരെ വൈകാരികമായിട്ട് ഒരു ജർമ്മൻ നാടകകൃത്തിന്റെ ഇത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചത്. അതായത് മോദി സർക്കാരിന്റെ 10 വർഷത്തെ ഭരണകാലത്ത് നഗരങ്ങൾ കത്തുന്ന രീതിയിലുള്ള സമരങ്ങൾ ഉണ്ടായിട്ടില്ല എന്നായിരുന്നു അരുൺകുമാറിന്റെ കരച്ചിൽ. അങ്ങനത്തെ സമരങ്ങൾ ഉണ്ടാകാത്തതിന്റെ നിരാശയും അതായത് അക്രമ സംഭവങ്ങളൊന്നും കഴിഞ്ഞ 12 വർഷമായിട്ട് നടക്കുന്നില്ല, ഒരു സമരവും മോദി സർക്കാരിനെതിരെ അക്രമാസക്തമാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അരുൺകുമാർ വലിയ വായിൽ നിലവിളിക്കുകയായിരുന്നു. സത്യത്തിൽ ഈ കഴുത കാമം കരഞ്ഞു തീർക്കും എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. അതുപോലെ ഈ അരുൺകുമാർ അടക്കമുള്ളവർ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് ഈ സമരം പൊളിഞ്ഞു പോയതിന്റെ പൊട്ടിപ്പാളീസായി പോയതിന്റെ സങ്കടം കരഞ്ഞു തീർക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ജർമ്മൻ നാടകകൃത്തിന്റെ ഈ വാക്കുകൾ പറഞ്ഞത്. സമരം നടക്കുന്ന ദിവസം, അതായത് ഈ ഏതൊരു സർക്കാരിനെതിരെയും ഭരണകൂടത്തിനെതിരെയും സമരം നടക്കുന്ന ദിവസം വൈകിട്ട് ആ നഗരം കത്തും, ആ നഗരം കത്തണം എന്നാണ് ജർമ്മൻ നാടകകൃത്ത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കത്തിയില്ലെങ്കിൽ ആ സമരം പരാജയപ്പെട്ടു എന്നാണ്. അപ്പോൾ ഇവിടെ സത്യത്തിൽ ഡൽഹി നഗരം കത്തിച്ചാമ്പലാകണം എന്നായിരുന്നു അരുൺകുമാറിന്റെ ആഗ്രഹം. അങ്ങനെ കത്തിച്ചാമ്പലാകാത്തതിൽ അദ്ദേഹത്തിന് വലിയ ആകുലതയും ഉത്കണ്ഠയും ഒക്കെ ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ അക്രമങ്ങൾ സംഭവിക്കണമെന്ന ആഗ്രഹം അത് വളരെ കൃത്യമായിട്ട് അരുൺകുമാറിന്റെ വാക്കുകൾ നിഴലിച്ചു എന്നാണ്. ഇത് എടുത്തുകൊണ്ടാണ് ഈ ബജറംഗ് പ്രവർത്തകർ, ഇതെല്ലാം ലോകം മുഴുവനും കണ്ടതാണ്. അപ്പോൾ ഇതെടുത്തുകൊണ്ട് ബജറംഗ് പ്രവർത്തകർ വളരെ കൃത്യമായിട്ട് മുംബൈയിലെ ബജറംഗ് പ്രവർത്തകരാണ്, അവർ പരാതി കൊടുത്തു. ഇത് കലാപ ആഹ്വാനമാണ്, ഇത് രാജ്യത്തെ നമ്മുടെ പരമാധികാരത്തിനെതിരെയുള്ള ഒരു ദുഷ്ടലാക്കോടുകൂടിയുള്ള ഒരു പ്രവൃത്തിയാണ്. ജനങ്ങളെ സമാധാനപരമായി സമരം ചെയ്യാൻ വരുന്നവരെ കൂടി സംഘർഷത്തിന് പ്രേരിപ്പിക്കുന്നതാണ്. രാജ്യത്തിന്റെ, അതായത് നമ്മുടെ പരമാധികാരത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ് ഈ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന് പറഞ്ഞൊക്കെയാണ് അവർ പരാതി കൊടുത്തിരിക്കുന്നത്. ആ പരാതി സ്വീകരിച്ചുകൊണ്ട് മുംബൈ പോലീസ് ഇപ്പോൾ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്താണ് ഇനി ആ കാര്യത്തിൽ അടുത്ത നടപടി എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ചോദിച്ചോളൂ. ഈ CPM-കാരുടെ ഒരു അജണ്ടയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞിടയ്ക്ക് ED തിരുവനന്തപുരത്ത് പിണറായി വിജയൻ താമസിക്കുന്ന വീടിന്റെ മുൻപിൽ വന്ന് അവിടെ നിന്ന് റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ആൾക്കൂട്ടം തടിച്ചു കൂടുന്ന സമയത്ത് സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ ഒരു സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, പിണറായി സഖാവിന് നമുക്ക് വീട് പിന്നീട് പണിതു കൊടുക്കാം, ED ഒറ്റ ഒരെണ്ണം പുറത്തിറങ്ങരുത് എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? അത് തീയിടുകയോ അവിടെ ഇല്ലാതാക്കുകയോ ഡിമോളിഷ് ചെയ്തിട്ടായാലും, ആ ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്തിട്ടായാലും ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കണം എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ ഇപ്പോൾ അയാൾ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ പലരുണ്ട്. അതൊരു കേസായില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആരും അത് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. പെട്ടെന്ന് പുള്ളി പോസ്റ്റ് ഒക്കെ പ്രശ്നമായപ്പോ ഡിലീറ്റ് ചെയ്തു. ED-യെ ഞങ്ങൾ ഇങ്ങ് എടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ED ആക്രമിച്ച ശേഷമുള്ള ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടായിരുന്നു അയാളുടെ ഫേസ്ബുക്കിൽ. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇങ്ങനെ ഇവർ എപ്പോഴും കലാപത്തിന് കൊപ്പുകൂട്ടുന്ന രീതിയിൽ പാവങ്ങളെ ഇളക്കി വിടുകയോ ഒരുപക്ഷെ വലിയ ആശയങ്ങളുമായി നിൽക്കുന്ന ചിലരെയെങ്കിലും ഇളക്കി വിട്ടുകൊണ്ട്, എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളെ ഇളക്കി വിട്ടുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എന്നുള്ളതാണ്. അതിൽ മാധ്യമ പ്രവർത്തകരുണ്ട്, അതിൽ സുപ്രീം കോടതി അഭിഭാഷകരുണ്ട്, കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. ഇത് നമ്മൾ കാണാതെ പോകരുത് എന്നുള്ളതാണ്. ഒരു ജൻസി കലാപത്തിന് കോപ്പ് കൂട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട. ആ സമരത്തിൽ പങ്കെടുത്ത പലരും നീറ്റിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും കൂടി ഒന്നിച്ചു വന്നതെങ്കിൽ ആ സമരത്തിൽ നീറ്റ് എഴുതിയിട്ടുള്ള എത്ര വിദ്യാർത്ഥികൾ പങ്കെടുത്തു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടെസ്റ്റ് എഴുതിയിട്ടുള്ള CUET പോലുള്ള ടെസ്റ്റ് എഴുതിയിട്ടുള്ള എത്ര പേർ പങ്കെടുത്തു എന്ന് നമുക്കറിയാം. പലരും BCom പഠിക്കുകയാണ്, തുണിക്കട നടത്തുകയാണ്, BCom-ന്റെ ഫുൾ ഫോം പോലും അറിയില്ല, ഏത് കോഴ്സാണെന്ന് പഠിക്കുന്നത് അറിയില്ല, BA ഒക്കെ പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ എന്താണ് പഠിക്കുന്നത് അറിയില്ല. അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു. അതായത് യൂട്യൂബേഴ്സും ചില മാധ്യമങ്ങളും ഒക്കെ അത് വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്തതോടുകൂടിയാണ് ഈ CJP-യുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലായത്. രാജ്യത്തെ അട്ടിമറിക്കുക എന്ന നീക്കമാണ് ഇതിന്റെ പേരിൽ. രാജ്യവിരുദ്ധ ശക്തികൾ തന്നെയാണ് ഇവരെല്ലാം. ആ രാജ്യവിരുദ്ധ ശക്തികൾക്ക് ചുക്കാൻ പിടിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഇന്ധനം നൽകുകയാണ്
കേരളത്തിലെ മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള ആക്ടിവിസ്റ്റുകൾ എന്ന് അവകാശപ്പെടുന്ന ഇത്തരത്തിലുള്ളവരും സത്യത്തിൽ ഇവർ രാജ്യദ്രോഹികളാണ്. തീർച്ചയായിട്ടും ശ്രീല ചൂണ്ടിക്കാണിച്ചത് വളരെ ശരിയാണ്. ഈ പറഞ്ഞതുപോലെ അവിടെ തടിച്ചുകൂടിയ ആൾക്കാർ പലരും അവർക്ക് ഈ നീറ്റ് പരീക്ഷയുമായിട്ടോ മറ്റേതെങ്കിലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാം മത്സരാധിഷ്ഠിത പരീക്ഷയുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത വിദ്യാർത്ഥികൾ എന്ന വ്യാജേന അവിടെ എത്തിയവരാണ്. അതൊക്കെ ഈ ഉള്ളി തൊലിക്കുന്നത് പോലെ തൊലിച്ച് കാണിച്ചു കൊടുക്കാനും പറ്റി എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും കേരളത്തിൽ നിന്നുള്ള അഭിഭാഷകരും അതുപോലെ മറ്റു പല മേഖലകളിലും ജോലി ചെയ്യുന്നവർ, വിദ്യാർത്ഥികൾ ഒക്കെ ഡൽഹിയിൽ വലിയ തോതിൽ തമ്പടിച്ച് നമ്മുടെ രാജ്യത്തിനെതിരെ കലാപം നടത്താനുള്ള ഒരു വലിയ കുൽസിതമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. നമ്മളത് 2019 CAA, അതായത് സിറ്റിസൺഷിപ്പ്, അതെ, ആ സമരത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ കേരളത്തിലെ ഒരു കൂട്ടം അതിനു മുമ്പ് നമ്മൾ കണ്ടത് സിദ്ദിഖാപ്പന്റെ കാര്യത്തിലാണ്. സിദ്ദിഖാപ്പൻ എന്ന ഒരാൾ മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേന, അങ്ങനെ തന്നെ പറയണം, കാരണം തേജസ് എന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ പത്രത്തിൽ ജോലി ചെയ്തിരുന്ന സിദ്ദിഖാപ്പൻ തേജസ് പൂട്ടിയതോടുകൂടി ജോലി നഷ്ടപ്പെട്ട് പിന്നീട് മറ്റ് ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ പണിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഓൺലൈൻ മാധ്യമങ്ങളിൽ പണിയെടുക്കുമ്പോഴാണ് അയാൾ ഹത്രാസിൽ കലാപം നടത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി അവിടേക്ക് പോയത്. അഴിമുഖം എന്ന് പറയുന്ന മലയാളം ഓൺലൈൻ പോർട്ടലിൽ തിരുവനന്തപുരത്ത് റിപ്പോർട്ടില്ല. തിരുവനന്തപുരത്ത് റിപ്പോർട്ടർ ഇല്ലാത്ത ഒരാളാണ് ഡൽഹിയിൽ നിന്ന് ഹത്രാസിലേക്ക് പോയത്. അന്ന് ഈ ഹത്രാസിൽ എത്തുന്നതിന് മുമ്പേ ഈജിപ്തിലായി ഒരുപാട് നാള് ജയിലിൽ കിടക്കേണ്ടി വന്നു. വലിയ ബുദ്ധിമുട്ടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഒടുവിൽ ജാമ്യം സമ്പാദിച്ചത്. അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം, അത് മറ്റൊരു വിഷയമാണ്, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ സിദ്ദിഖാപ്പനിൽ തുടങ്ങി നമ്മൾ നിരന്തരം കണ്ടതാണ്. ഡൽഹിയിൽ ഒരു കലാപത്തിനിടയ്ക്ക് ഒരു പള്ളി പൊളിച്ചു എന്ന് പറഞ്ഞു വാർത്ത നമ്മുടെ മാധ്യമങ്ങളിൽ വന്നതാണ്. അത് ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ സംഭവം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന ചാനൽ പോലും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ കൊടുക്കുന്നതിൽ വളരെ മുന്നിലായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ പരിപ്പൊന്നും ഡൽഹിയിൽ വേവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. ഇവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ, അതായത് ഡൽഹിയിൽ വിദ്യാർത്ഥികൾ അങ്ങ് തെരുവിൽ ഇറങ്ങുകയാണ്. നോക്കുമ്പോ പോലീസ് അന്വേഷിക്കുമ്പോൾ ഇതിൽ 80-90% മലയാളികളാണ്. ജാമിയ മില്ലിയ, ഡൽഹി യൂണിവേഴ്സിറ്റി, അതുപോലെ JNU, ഇവിടങ്ങളിൽ നിന്നെല്ലാം സമരത്തിന് വേണ്ടി വരുന്നത് മലയാളി കുട്ടികളാണ്. അതും ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നൊക്കെ വരുന്നവരുടെ എണ്ണമാണ് വളരെ കൂടുതൽ. നമ്മളത് സമരത്തിൽ ഇനിയിപ്പോ അത് കുറയും. കാരണം പണ്ടൊക്കെ ഈ ജാമിയ മില്ലിയ അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ ഇവരുടെ കയ്യിലായിരുന്നു. പക്ഷെ അതിൽ മാറ്റം വന്നു. CUET എന്ന് പറയുന്ന എക്സാം വന്നതോടുകൂടി അതാണ് ഞാനും പറയാൻ വന്നത്. അല്ല, എൻട്രൻസ് വന്നു. മറ്റത് ആദ്യമൊക്കെ മെറിറ്റ് ഇവിടുന്ന് മാർക്ക് ഇങ്ങനെ വാരി കോരി കൊടുക്കുകയാണ്. അപ്പോ ഒരു വഹ അറിഞ്ഞുകൂടാത്ത, ശ്രീല ഇപ്പൊ പറഞ്ഞ പോലെ ബികോമിന്റെ ഫുൾ ഫോം അറിഞ്ഞുകൂടാത്ത ആൾക്കാർ വരെ അവിടെ പഠിക്കാനെന്നും പറഞ്ഞ് അവിടെ ചെല്ലുക. എഴുതാത്ത പരീക്ഷയ്ക്ക് ജയിച്ച ആർഷോ അല്ലേ കേരളത്തിലുണ്ടായിരുന്നത്? എഴുതാത്ത പരീക്ഷയ്ക്ക് ജയിച്ച ആർഷോ. കേരളത്തിലെ അവസ്ഥ അങ്ങനെ മാർക്ക് കൊടുത്തിട്ട് നോർത്ത് ഇന്ത്യൻ കോളേജുകളിലേക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇവിടൊക്കെ മര്യാദ ഇവരെ പരമാവധി അങ്ങോട്ട് തള്ളി വിടുകയാണ്. ഇതിപ്പോ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഈ യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് തീരുമാനിച്ചു, UGC തീരുമാനിച്ചു, യൂണിവേഴ്സിറ്റികളിലെല്ലാം പ്രവേശന പരീക്ഷ വെക്കണം, അല്ലാതെ ആർക്കും പ്രവേശനം കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു. പ്രവേശന പരീക്ഷ വന്നതോടുകൂടി തകർന്ന് തരിപ്പണമായി പോയി. കാരണം യാതൊരു വക അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഈ പരീക്ഷയിൽ എന്ത് എഴുതി ജയിക്കാനാണ്? അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മലയാളികളുടെ എണ്ണം ഈ ഡൽഹിയിലെ വിവിധ കേന്ദ്ര സർവകലാശാല അടക്കമുള്ള വിവിധ സർവകലാശാലകളിൽ മലയാളികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞത് അങ്ങനെയാണ്. ഇത് സത്യത്തിൽ നമുക്ക് നാണക്കേടും അപമാനവുമാണ്. പണ്ടൊക്കെ നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള വലിയ സർവകലാശാലകളിൽ പോയി പഠിച്ച് വലിയ മാർക്കോടുകൂടി വിജയിച്ച് നിരവധി വലിയ സ്ഥാപനങ്ങളിൽ, വളരെ ബൃഹത്തായ സ്ഥാപനങ്ങളിൽ മുന്തിയ പദവികളിൽ ജോലിക്ക് കയറിയിരുന്നു. എന്നാൽ ഇന്നതല്ല. ഈ പറഞ്ഞതുപോലെ രാജ്യത്ത് അന്തഃഛിദ്രം ഉണ്ടാക്കാനും കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെ വേണ്ടിയിട്ട്, സമരം ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്
ഇതൊരു ശ്രീല ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു മാർക്സിയൻ തന്ത്രമാണ്. ഈ മാർക്സിയൻ തന്ത്രം കേരളത്തിൽ അവർ നടപ്പാക്കി വിജയിച്ചു. അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? നമ്മുടെ സർവകലാശാലകളും കോളേജ് വിദ്യാഭ്യാസവും തകർന്ന് തരിപ്പണമായി. 35,000 സീറ്റുകളാണ് കഴിഞ്ഞ വർഷം ആർട്സ് സബ്ജക്റ്റിൽ മാത്രം വേക്കന്റ് ആയിട്ട് കിടന്നത്. ആർട്സ് സബ്ജക്റ്റിൽ മാത്രം. അത് ബികോം, BSc തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇതുപോലെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസം സമ്പൂർണമായിട്ടും നശിപ്പിക്കുന്നതിൽ ഈ മാർക്സിയൻ തന്ത്രം വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോ സമരത്തിന് ആളെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടിയതൊക്കെയാണ്. എന്തായാലും അതൊന്നും ഡൽഹിയിൽ വില പോയില്ല. അഭിജിത്ത് ദീപ്കയുടെ ഈ വരവും പോലീസ് സമയോചിതമായി ഇടപെട്ട് സമരത്തിന് അനുമതി കൊടുത്തതും ഒക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം കോക്രോച്ച് ജനതാ പാർട്ടിക്ക് മാത്രമല്ല, ഈ മോദിയെ താഴെ ഇറക്കാൻ കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരുന്ന ആൾക്കാർക്കെല്ലാം വലിയ തിരിച്ചടിയായി മാറി എന്നുള്ളതാണ് സത്യം. അതിപ്പോൾ ഈ ഒരു കേസായിട്ട് പരിണമിച്ചിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ റിപ്പോർട്ടർ ചാനലിന്റെ പശ്ചാത്തലം തന്നെ വളരെ ദുരൂഹമാണ്. ആ ചാനലിനെതിരെ പോലും പരാതികളുണ്ട്, കേസുകളുണ്ട്. അതിന്റെ ഷെയറുകൾ വിൽക്കാൻ പാടില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. ശ്രീലകന്റെ ഇത് സംബന്ധിച്ച വാർത്ത മുമ്പ് ചെയ്തിട്ടുള്ളതാണ്, അറിയാമായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ അരുൺകുമാർ വലിയ ഒരു കുടുക്കിൽ കൊണ്ട് തലവെച്ചിരിക്കുകയാണ്. സത്യത്തിൽ വഴിയെ പോയ വയ്യാവേലിയെ ഏണി വെച്ച് പിടിച്ചെടുക്കുന്ന, ആകാശത്തൂടെ പോയ വയ്യാവേലിയെ ഏണി വെച്ച് പിടിച്ചെടുക്കുന്ന പറയും. മഹാരാഷ്ട്രയിലാണോ കേസ്? അതെ, മുംബൈ പോലീസ് ആണ് കേസെടുത്തിരിക്കുന്നത്. കേരളത്തിലെ സഖാക്കന്മാർക്കെല്ലാം ഒരുമിച്ച് പോയി മറ്റേ ഫർഹാന്റെ കേസ് നടത്തി തിരിച്ചു പോരാൻ തോന്നുന്നു. ഫർഹാന്റെ കേസ് മധ്യപ്രദേശിലാണ്, തൊട്ടടുത്ത സംസ്ഥാനം. ഫർഹാൻ മഹാരാഷ്ട്രക്കാരനാണ്, പക്ഷെ കേസ് മധ്യപ്രദേശിലാണ്. പെൺകുട്ടി മധ്യപ്രദേശുകാരിയാണ്. അപ്പോ ഇവിടെ സംഭവിച്ചത് ഇതാണ്. തീർച്ചയായിട്ടും അത് വലിയ ഊരാക്കുടുക്കാണ്. ആകാശത്തൂടെ പറന്നുപോയ വയ്യാവേലിയെ ഏണി വെച്ച് പിടിച്ചെടുക്കുകയായിരുന്നു അരുൺകുമാർ. എന്തായാലും അരുൺകുമാർ വിവാദങ്ങളുടെ കളിത്തോഴനാണ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം ഉണ്ടാക്കിയ വിവാദങ്ങൾ നമുക്കറിയാം. അങ്ങനെയാണ് അവസാനം ഒരു പോക്സോ കേസിലും അദ്ദേഹത്തിന് പെടേണ്ടി വന്നത്. അതിന്റെ കൂടെ ഇപ്പോൾ ഈ കേസ് കലോത്സവത്തിൽ ഓടിച്ച ബ്രാഹ്മണിക്കൽ ഹെജിമണി, ഇതൊക്കെ ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി പറയുന്ന ആള് വെജിറ്റേറിയൻ ആണ് കേട്ടോ. അതുകൂടി നമ്മൾ ആലോചിക്കും. കാരണം കുട്ടികളെ ബിരിയാണി തീറ്റിക്കാൻ, ആട് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ തീറ്റിക്കാൻ പരിശ്രമിക്കുന്ന അരുൺകുമാർ, അദ്ദേഹം വെജിറ്റേറിയൻ ആണ്. അദ്ദേഹത്തിന്റെ വീട്ടിലും വെജിറ്റേറിയൻ ആണ് പിന്തുടരുന്നത് എന്നാണ് ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത്. അദ്ദേഹം തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടതാണ്. എന്തായാലും ഈ സ്വയം ആചരിച്ച് അത് മറ്റുള്ളവർക്ക് മാതൃക കാണിക്കുന്നവനാണ് ഉത്തമ മനുഷ്യൻ. പക്ഷെ അരുൺകുമാർ അങ്ങനെ ഒരാളാണോ എന്ന് സംശയമുണ്ട്. അദ്ദേഹം ഇത്തരത്തിലുള്ള ആഹ്വാനമൊക്കെ നടത്തും, ഇത്തരത്തിലുള്ള എന്താ പറയാ വലിയ വെല്ലുവിളികളൊക്കെ നടത്തും. പക്ഷെ ഈ ഇപ്പൊ നടത്തിയത് വലിയ പാരയായി മാറിയിരിക്കുകയാണ്. എന്തായാലും മുംബൈ പോലീസിന്റെ സത്കാരം സ്വീകരിക്കാൻ അരുൺകുമാറിന് യോഗമുണ്ടെങ്കിൽ അത് തടയാൻ എനിക്കോ ശ്രീലയ്ക്കോ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയ്ക്കോ പോലും കഴിയില്ല. അവിടെ ഹാജരായേ മതിയാവുള്ളൂ. ഈ കേസിന്റെ നാൾ വഴികൾ നമുക്ക് വഴിയെ മനസ്സിലാവും. എന്തായാലും അരുൺകുമാറിന് നല്ല ഒരു ശുഭയാത്ര മുംബൈക്ക് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.